മുസ്ലിം ലീഗിന്റെ തീരുമാനം? നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? കാരണം പിന്നെ ഞാൻ പറയേണ്ട മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം വളരെ ശക്തമായ നിലപാടാണ് മുസ്ലിം ലീഗ് പാർട്ടി ഈ ഒരു തീരുമാനത്തിലൂടെ കേരള ജനതയ്ക്ക് സമ്മാനിച്ചത്. കാരണം ഒരു വർഗീയവാദിയായ ഒരു മനുഷ്യൻ നിരന്തരം വർഗീയത തുപ്പുമ്പോൾ തിരിച്ചും അതുപോലെ പ്രതികരിക്കാനോ അതുപോലെ സംസാരിക്കാനോ ഒരിക്കലും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് സാധിക്കില്ല. കാരണം മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ആശയം അതാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന കൊടും വർഗീയവാദിയെ അവഗണിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ഇതുവഴി കേരള ജനതയ്ക്ക് വലിയ സന്ദേശമാണ് മുസ്ലിം ലീഗ് നൽകാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ആ ഒരുക്കമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ശക്തമായ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്നതാണ്. വർഗീയതയ്ക്ക് ശരിക്കുമുള്ള മറുപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിക്കഴിഞ്ഞു. അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നൽകുക തന്നെ ചെയ്യും.